തമ്പുരാനെ ലൈൻ കിട്ടുന്നില്ല. നിനക്കൊന്നും കിട്ടില്ല. വാനരന്റെ മുഖവുമായി ലൈൻ അടിക്കാൻ നടക്കുന്നുണ്ട്. അല്ല തമ്പുരാനെ, കോള് കിട്ടുന്നില്ലെന്ന്. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം. 16 വർഷം മുമ്പ് നദിക്കരയിലെ കോയിൻ ബോക്സിൽ നിന്ന് തുടങ്ങിയതാ ഈ കൊടംപുളി അപ്പന്റെ ജീവിതം. ഈ ടെലിഫോൺ ബൂത്ത് അല്ലാതെ മറ്റൊരു ബൂത്ത് ഇവിടെ വരാൻ ഈ അപ്പച്ചൻ സമ്മതിക്കില്ല. ഇനി അഥവാ ഒരു ബൂത്ത് വന്നാൽ അത് ബൂത്ത് കായ്ക്കുന്നതിന് മുമ്പ് ഞാൻ അവിടെ ഒരു കൂത്ത് നടത്തും. പാവം മണിമംഗലത്തുകാരുടെ അവസ്ഥ കഷ്ടം. മണിമംഗലത്തെ ബൂത്തുകൾ കാലാകാലം കത്തെഴുതിയാൽ മതി. ഇനി അവിടെ മൊബൈൽ ടവർ സ്ഥാപിക്കാൻ വരുന്നവൻ ആരായിരുന്നാലും അവൻ പിന്നെ പുറലോകം കാണില്ല. അത് എന്റെ കേബിളുകൾ നോക്കിക്കൊള്ളും. ഒന്ന് വന്നേ. എന്താ സാർ? അല്ല, ഈ സ്ഥലം തന്നെ വാങ്ങണമെന്ന് അനിയനെന്താ എത്ര നിർബന്ധം? എന്താ സാർ, ഇവിടെ വല്ല പ്രശ്നങ്ങളുണ്ടോ സാർ? പ്രശ്നമൊന്നുമില്ല. സാധാരണ ആര് സ്ഥലം വാങ്ങാൻ വന്നാലും ആ കൊടംപുളി അപ്പൻ്റെ ആൾക്കാർ വന്ന് പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അതുകൊണ്ട് ചോദിക്കുന്നേ ഉള്ളൂ. അയാൾക്കൊരു ഉണക്ക ബൂത്തുണ്ട്. ഈ കണിമംഗലത്തുള്ള ആൾക്കാരൊക്കെ അവിടെ ചെന്ന് ഫോൺ വിളിച്ചില്ലെങ്കിൽ അയാൾക്ക് ഉറക്കം വരത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഇവിടെയുള്ള ആൾക്കാരും മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല. എല്ലാവരും അയാളുടെ ബൂത്തിൽ പോയി ഫോൺ ചെയ്യണം. ഇതിപ്പോ ഒരു മൊബൈൽ ടവർ തുടങ്ങാൻ വേണ്ടിയിട്ടാണല്ലോ സാർ ഈ സ്ഥലം വാങ്ങുന്നത്. ഒരു രജിസ്ട്രാർ എന്ന നിലയ്ക്ക് എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും. ദാ ഇവിടെ ഒന്ന് ഒപ്പിട്ടെ. ഇവിടെ അല്ലേ? ഇവിടെ തന്നെ. അതെ, ഇവിടെ ആർക്ക് സ്ഥലം എടുക്കണമെങ്കിലും കൊടംപുളി അപ്പന്റെ അനുവാദം വേണം. ഇല്ലെങ്കിൽ അപ്പനെ പോയി കേട്ടാ കാല് പിടിക്കേ. വരട്ടല്ല ചേട്ടാ, ഇപ്പൊ സൗകര്യമില്ല പോയി കാണാൻ. നിങ്ങൾക്ക് പോവാം. നീ അനുസരിക്കില്ലല്ലേ? അടിച്ചതിന്റെ മോത്തക്കുറ്റി തിരിച്ചു കളയാൻ. മണിമംഗലത്ത് സ്ഥലം വാങ്ങി മൊബൈൽ ടവർ സ്ഥാപിക്കാമെന്ന ടീമാണെങ്കിൽ അതിന്റെ പേരിൽ ഈ വണ്ടി കാല് കുത്തിയാൽ ആ കാല് ഞാൻ അറിയും. അങ്ങനെ വെട്ടിയെറിയാൻ പറ്റിയ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിന്റെ 1.5 ചാൺ നീളമുള്ള പോസ്റ്റ് നീ ഇതുവരെ കണ്ടു കാണും. ഇത് ടവറാ, ഹിമാലയത്തിന്റെ വലിപ്പം വരുന്ന ടവർ. അത് നിന്നെ പോലുള്ള ചവറുകളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനാ സ്ഥലം വാങ്ങി മൊബൈൽ ടവർ സ്ഥാപിക്കാൻ വന്നയാള്. എന്റെ മൊബൈലിലേക്ക് ഒരു മിസ് കാൾ അടിക്കാൻ ധൈര്യപ്പെടുന്നവൻ ഈ നാട്ടിലുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ പറയണ നിന്റെ നമ്പർ. ഞാൻ മിസ് കോൾ അടിക്കാം. തൽക്കാലം ഞാൻ മിസ് കോൾ അടിക്കാം. നിന്നെ പോലുള്ള ലോക മിസ്റ്റേക്കുകൾക്ക് വരുന്ന കോളാണ്. ഞാനിപ്പോ തന്ന മിസ് കോളിന്റെ കേട് തീർക്കാൻ ആ രാമൻ വൈദ്യന്റെ അടുത്ത് പോയിട്ട് നീ ഒരു 480 രൂപയ്ക്ക് ടോപ്പപ്പ് ചെയ്യേ. ശംഭോ മഹാദേവ. നീ ബോംബെ എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല സാറേ, കാണാൻ വലിയ മുഖമുണ്ട്, നല്ല രക്ഷയുണ്ടാ. അവിടെ ധാരാവി എന്നൊരു സ്ഥലമുണ്ട്. ധാരാവി കണ്ടിട്ടില്ല, പക്ഷെ ഇപ്പൊ നീരാവി കണ്ടു. ആസാൻ ഇടിച്ചപ്പോഴേ എന്റെ നവതാരത്തിലൂടെ പോയി നീരാവി. സത്യമായിട്ട് പോയി. എടോ, നീരാവി അല്ല, ധാരാവി. അവിടെ ഒരു ചേരിയുണ്ട്. അല്ല, ഈ ചേരേന്ത് വാരിയായിരിക്കും അല്ലേ ചേരി? ഇയാള് വിടുന്നതല്ല മിസ്കാളാണല്ലോ. ധാരാവിയിലെ ആ ചേരിയിൽ ടവർ സ്ഥാപിക്കാൻ ഈ ഗഗന് ഒരൊറ്റ രാത്രിയെ വേണ്ടി വന്നുള്ളൂ. ഒറ്റ രാത്രി. അങ്ങനെയാണ് ബോംബെയിൽ ചേരി ചേരാ രാജ്യങ്ങൾ. അതുപോലെ ഇവിടെയും ഞാൻ ചേർക്കും കണിമംഗലത്തെയും കൊടംപുളിയെയും. എന്റെ ഒറ്റ റേഞ്ചിന്റെ കീഴിൽ കൊണ്ടുവരും. മൊബൈലുകളുടെ ഒരു മായാ പ്രപഞ്ചം തന്നെ ഞാൻ ഇവിടെ സൃഷ്ടിക്കും. എന്നാലും അവന്റെ ഒരു ധൈര്യം കണ്ടില്ലേ? നേരെ കൊടംപുളിയിലേക്കല്ലേ കയറി വരുന്നത്. രാമു തുടങ്ങ്. ഈ ഫോണും ബൂത്തും എനിക്ക് പുല്ലാണെന്ന് അവൻ മനസ്സിലാക്കട്ടെ. രാമു ഇടത് വെച്ച് വലത് വെച്ച് ആ ടെലിഫോൺ എടുത്ത് അവന് മിസ് കോൾ കൊടുക്ക്. മിസ് കോൾ കൊടുത്തുകൊണ്ടേയിരിക്കണം. വിട്ട മെസ്സേജ്, കൊടുത്ത മിസ് കാൾ, രണ്ടും തിരിച്ചെടുക്കാനാവില്ല. ഓർക്കണം, ഓർത്താ നന്ന. ആരാ? ചെവി കേക്കില്ലേ? ആരാന്ന്? ഞാനൊരു വഴിപോക്കനാണേ. ഇവിടെ ഈ കോലത്ത് എന്താ കാര്യം? ഇത് പൊതുവഴിയല്ല. നമ്മളാരാണാവോ? അതല്ലല്ലോ ഞാൻ ചോദിച്ചുള്ള മറുപടി. ഇതെന്താണ്? നോക്കിയ 173 ബ്ലൂടൂത്ത് അടക്കം ഫുൾ റേഞ്ചിൽ നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. അതെ, അല്ലാന്ന് തോന്നാൻ മാഷക്ക് ഈ പറഞ്ഞ ഹാൻഡ്സെറ്റിനെ മുമ്പ് കണ്ട പരിചയമൊന്നുമില്ലല്ലോ. സത്യം. ആ സ്ത്രീത്വം വിളങ്ങുന്ന സ്ക്രീൻ, റിംഗ് ടോണിലും അലാർ ടോണിലും അനുഭവപ്പെടുന്ന വൈബ്രേഷൻ എന്നൊക്കെ പറയണേ വല്ല കണ്ണുപൊട്ടനുമായിരിക്കണം കാണുന്നവൻ. ഇതേതോ വൈറസ് കയറിയ സിസ്റ്റം പോലെ. വേലോത്തെ കോലക്കാരിയാ? ഇവിടെ ആയോണ്ടാ അതിനുള്ള മറുപടി ഈ ഹേമലത പറയണില്ല. വേലക്കാരി കോലത്ത് തമ്പ്രാട്ടിയടോ മാഷേ. അതേതാ ടീച്ചറെ? ഞാൻ അറിയാത്തൊരു തമ്പ്രാട്ടി കോലത്ത്. ഈ ഞാൻ ആരാണാവോ? തമ്പുരാൻ, മണിമംഗലം കോവിലകത്തെ ഗഗന്നാഥൻ തമ്പുരാൻ, മിസ് കോൾ തമ്പുരാൻ. കണ്ടാലും പറയും ഒരു തമ്പുരാൻ.
അല്പന് മൊബൈൽ കിട്ടിയാലേ അർദ്ധരാത്രിയിലും മിസ് കോൾ അടിക്കുന്ന കാല. കുഞ്ഞിന് മാറുക തമ്പുരാൻ. റേഞ്ച് ഇല്ലെങ്കിൽ എന്താ, അഹങ്കാരത്തിനൊരു കുറവുമില്ല. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി ആൾക്കാട്ടല്ലേ. എന്താന്ന്? വേറെ എവിടെയെങ്കിലും നീ പോ, ഗഗൻ ഫുൾ റേഞ്ചിലാ. ഫുൾ റേഞ്ചില. വരിക വരിക. വിഷാരടിയും രജിസ്ട്രാറും ഒക്കെ ഉണ്ടല്ലോ. അല്ല, ടവറിന്റെ പണി എവിടം വരെ? തുടങ്ങാം. കുറേയേറെ എഴുത്തുകുത്തുകൾ ബാക്കിയുണ്ട്. നീ എഴുത്തിന്റെ കാര്യം ഈ വിശാരടി ഏൽപ്പിച്ചാൽ മതി. പിന്നെ കുത്ത് അവസാനം ഉണ്ടാവുമല്ലോ. എന്ത് കുത്ത്? കത്തി കുത്ത്, അല്ലാണ്ട് പിന്നെ എന്ത് കുത്ത്? അതല്ലടോ, സർക്കാരുമായിട്ടുള്ള ചില എഴുത്തുകുത്തുകൾ, ചില കൺസെന്റുകൾ. ഇനി നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഞാൻ കാണിക്കാൻ പോവുകയാണ്. അതെന്താണാവോ? ഇതാണ് മൊബൈൽ. MOBARALAYA. സ്പെല്ലിംഗ് കിട്ടുന്നില്ല. അറിയുന്തോറും കൺഫ്യൂഷൻ കൂടുന്ന ഒരു ഉപകരണം. പേടി അറിഞ്ഞിട്ടുണ്ട് ഒരുപാട്. പോസ്റ്റ് പെയ്ഡും പ്രീപെയ്ഡും ഇല്ലാതെ ലാൻഡ് ഫോണുകൾ മാത്രമുണ്ടായിരുന്ന കാലം. യമുനയുടെ തീരത്തെ ബൂത്തിൽ നാട്ടിലേക്ക് STD വിളിക്കാൻ ക്യൂ നിന്നവന് പെട്ടെന്നൊരു ബോധോദയമുണ്ടാകുന്നു. മൊബൈൽ കണക്ഷൻ എടുക്കണം. മൊബൈൽ കണക്ഷൻ എടുക്കണമെന്ന ആഗ്രഹവുമായി ചെന്നുപെട്ടത് ഒരു പഴയ മൊബൈൽ കമ്പനി ഓണറുടെ അടുക്കൽ. ഉസ്താദ് ഔട്ട് ഗോയിങ് ഇല്ലാക്ക. ആവശ്യമറിയിച്ചപ്പോ തിരിച്ചറിയൽ കാർഡ് കാണിക്കാൻ പറഞ്ഞു. റേഷൻ കാർഡ് പോലും ഇല്ലാത്ത ഈ ഊരുതണ്ടിയുടെ ഓട്ടക്കീശയിലെന്തുണ്ട്. ഒടുവിൽ ആദ്യമായി മരം കയറ്റം പഠിപ്പിച്ച അയൽക്കാരൻ രാമുവിനെ മനസ്സിൽ ധ്യാനിച്ച് ദർബാർ ഹാൾ വരെ നീളം വരുന്ന ടവറിൽ വലിഞ്ഞു കയറി ഉസ്താദ് ഫ്ലാറ്റ്. പിന്നീട് കയ്യിൽ മൊബൈലുകളും ആകാശത്ത് ടവറുകളുമായി പല ചവറുകളുടെയും കൂടെ ഒരുപാട് നാൾ. ഒടുവിൽ ഒരു നാൾ ഗുരുവിന്റെ കണ്ണിൽ ഒരു പിടി പച്ചമണ്ണ് വാരിയിട്ട് ഗുരുവിന്റെ ബില്ലടയ്ക്കാനുള്ള കവറിൽ നിന്നും ഒരു പിടി പച്ചനോട്ട് വാരിയെടുത്ത് ഒളിച്ചു. ഇന്നും തീരാത്ത ഒളിച്ചു. മൊബൈൽ ടവറോं की जिंदगी जो कभी नहीं खत्म हुआ जाती है. പാവം തമ്പുരാൻ. എന്തായാലും തമ്പുരാൻ്റെ ഈ സങ്കടം നമുക്കിന്ന് ആഘോഷിക്കണം. ഏതായാലും ഈ വീട്ടിൽ പലചരക്ക് സാധനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്തൊക്കെ പലചരക്ക് സാധനം മേടിക്കണമെന്ന് തമ്പുരാൻ തന്നെ പറഞ്ഞാളി. പെരുംജീരകം പരിപ്പു പഞ്ചാരയും മുളകു സവാളയും ഗോതമ്പുമാവും അരി പെരുംജീരകം പരിപ്പു പഞ്ചാരയും മുളകു സവാളയും ഗോതമ്പുമാവും അരി പെരുംജീരകം അരി പെരുംജീരകം അരി പെരുംജീരകം. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങ് ഇറങ്ങായി. ആരും ഇവിടം വിട്ട് പോകരുത്. വിളിക്കുമ്പോ ബാറ്ററി ചാർജ് തീരുന്നവരെ വിളിക്കണം. ഇല്ലെങ്കിൽ അതിന് മെനക്കെടരുത്. ദാറ്റ് ഈസ് ജഗൻസ് ലോ ഓഫ് കോളിംഗ്. ഹേ, എന്താ ഷാരടി? ഇതാണ് കിരീടം. മോഹൻലാലിൻ്റെ കിരീടം എന്ന് കേട്ടിട്ടില്ലേ? അത് തന്നെയാണ് സാധനം. നമ്മൾ പലചരക്കടക്കാരെല്ലാവരും കൂടി സെറ്റപ്പ് ആക്കിയിട്ടുള്ള സ്പെഷ്യൽ കിരീടമാണ്. ഈ നാട്ടുകാർക്ക് ടെലിഫോൺ നിഷേധിച്ച കൊടംപുള്ളി അപ്പച്ചന് ഒരു പാഠം പഠിപ്പിക്കാൻ വന്ന അങ്ങ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തമ്പുരാനാണ്. വെറും തമ്പുരാനല്ല, രാജാവായ തമ്പുരാനായിട്ടുള്ള ഷെയ്ഖാണ്, ഷാർജ ഷെയ്ഖ്. വായട്ടെ വായട്ടെ മൊബൈൽ തമ്പുരാൻ വായട്ടെ വായട്ടെ അങ്ങനെ വായട്ടെ മൊബൈൽ തമ്പുരാൻ വായട്ടെ 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 മൊബൈൽ തമ്പുരാൻ വായട്ടെ. ഒന്ന് വായടക്കണോ? കൊലപ്പുള്ളിന്ന് ചിലര് കാണാൻ വന്നിട്ടുണ്ട്. അവരെ വിളിക്കുക. എന്തായി ടവർ പോലെ തുടങ്ങുന്ന കാര്യം? എന്ന് തുടങ്ങാനാ പരിപാടി? തമ്പുരാനോട് പറയൂ, ഞാനൊരു ആശയക്കുഴപ്പത്തിലാണെന്ന്. എന്ന് വെച്ചാ തുടങ്ങില്ലെന്നാണോ? ഏയ്, തുടങ്ങണം. ഒടുവിലത് അപ്പൻ തമ്പുരാന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന കാര്യത്തിലാണ് കൺഫ്യൂഷൻ. ഈ റാൻമൂളികളുടെ വാക്കും കേട്ടോണ്ട് തീരുമാനിച്ചുറപ്പിച്ചതെന്ന് മാറ്റാൻ നിൽക്കണ്ട. ഈ മണ്ണി കഴിയണമെന്നുണ്ടെങ്കിൽ കൊടംപൊളിയപ്പന്റെ പിന്തുണ ഉണ്ടായാലേ പറ്റൂ. കേട്ടോടാ. ആകാശത്തിന് ചുവട്ടിലെ ഏത് റേഞ്ചും ടവറും ഗഗന് സമമാണ്.
റിംഗ് ടോൺ എക്സ്ചേഞ്ചിന് ഒരു ബ്ലൂടൂത്തിന്റെയോ ഇൻഫ്രാറെഡിന്റെയോ സഹായം എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ ബൂത്തും ലോക്കൽ സെറ്റപ്പും തകർക്കാൻ എന്നെ വല്ലാതെ പ്രേരിപ്പിക്കരുത്. അതാർക്കും നന്നാവില്ല. എന്റെ സെറ്റിനുള്ളിൽ ഞാൻ തന്നെ ആക്റ്റീവ് ആക്കിയിട്ടില്ലാത്ത മറ്റൊരു സിം കാർഡുണ്ട്. സ്ക്രാച്ച് വീണ സിം കാർഡ്. ആ കണക്ഷൻ കൂടി ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കരുത്. ശ്രമിക്കുന്നത് അവരവരുടെ കുഴികുത്തലാവും. ഓർഡറുകളുടെ ആപ്ലിക്കേഷൻ ഫോമുമായി ഇനി ആരും മണിമംഗലത്തേക്ക് വരണമെന്നില്ല. മനസ്സിലായെങ്കിൽ പോകാം. തിരുമേനി, അപ്പച്ചൻ തിരുമേനി, അറിഞ്ഞില്ലേ? മണിമംഗലത്തെ ടവറിന്റെ പണി കഴിഞ്ഞു. അവിടെ ഉള്ള പലർക്കും മൊബൈലും കൊടുത്തു കഴിഞ്ഞു. എന്നാലും കണക്ഷൻ കൊടുക്കാൻ കഴിയില്ലല്ലോ. അതിന് അനിയത്തിക്കാവ് പഞ്ചായത്തിന്റെ അനുവാദം കൂടി വേണ്ടേ? നിയമങ്ങൾ തെറ്റിച്ച് കണക്ഷൻ കൊടുക്കാൻ പറ്റില്ല. അന്നേ അവനെ ഓടിക്കണമായിരുന്നു. അന്നവനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിൽ തോന്നിയതാ ആളൊരു റോങ് നമ്പറാണ്. ഒരിക്കലും ഈ മുറ്റത്ത് വന്നതാവൻ യാചിക്കാൻ. ഇനിയും വരും. എന്റെ കേബിളുകൾ അവനെ കൊണ്ടുവരും. ശംഭോ മഹാദേവ. കൊളപ്പുള്ളിയപ്പനെ തോപ്പിക്കാൻ നീയായിട്ട് പണിത ടവർ നീ എനിക്ക് തരുന്നോ അതോ ഞാനായിട്ട് അത് തകർക്കണോ? ഞാൻ വന്നത് മണിമംഗലത്തെ പാവങ്ങളുടെ കമ്മ്യൂണിക്കേഷന് വേണ്ടി അപേക്ഷിക്കാൻ. അവരുടെ ആഗ്രഹങ്ങൾക്ക് തമ്പുരാൻ എതിര് നിൽക്കരുത്. നീ ഒരു സൂത്രശാലിയായ സബ്സ്ക്രൈബറാണ്. അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണല്ലേ. ടവറിന്റെ പണി പൂർത്തിയായാൽ കൺസെന്റും കറണ്ടും വേണം. അതിന് പഞ്ചായത്തിന്റെയും എന്റെ അനുവാദം വേണം. നിനക്കറിയാം ഇത് രണ്ടും നടക്കില്ലാന്ന്. അപ്പൊ നീ അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ സ്വരവുമായി വന്നിരിക്കുന്നു. ഓടാ കടക്ക് പുറത്ത്. തമ്പുരാൻ എന്ന് വിളിച്ച അതേ നാവുകൊണ്ട് തന്നെ ലോക്കലെ എന്ന് വിളിക്കേണ്ട വന്നതിൽ ഖേദമുണ്ട്. എടോ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ലോക്കലെ. താനാരാടോ നാട്ടുരാജാവോ? തന്റെ ഈ STD ബൂത്തും ഫോട്ടോ സ്റ്റാറ്റും ഒക്കെ ചെലവാകും വെറും ഒരു ലാൻഡ് ഫോൺ പോലും ഇല്ലാത്ത പാവൻ ജനങ്ങളുടെ അടുത്ത്. ഇത് ആള് വേറെയാ. റോമിംഗ് കോൾ ഒരുപാട് വിളിച്ചവനാ ഞാൻ. ടവർ പണിതിട്ടുണ്ടെങ്കിൽ കണക്ഷനും ഗഗന്നാഥൻ കൊടുക്കും. തന്റെ അപ്പൂപ്പന്റെ കുഴിമാടത്തിൽ കൂടിയ ഇലക്ട്രിസിറ്റി വലിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ അതും ചെയ്യും. ഇതിനിടയിൽ അറിയാവുന്ന ലോക്കൽ കോളെല്ലാം താൻ വിളിക്കുമെന്ന് എനിക്കറിയാം. ഒന്നും മറക്കണ്ട. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പിക്ചർ മെസ്സേജായി പച്ചയ്ക്ക് SMS ചെയ്തിട്ട് ഗഗന്നാഥൻ ഈ മണ്ണ് വിട്ടുപോകും. മണിമംഗലത്തെ തമ്പുരാനോടാ കളി. മറക്കണ്ട. മിസ് കോൾ തമ്പുരാനോട്. തമ്പുരാനെ, ആ അപ്പച്ചന്റെ ആളുകൾ നമ്മളെ പഞ്ചായത്ത് സെക്രട്ടറിയെ പിടിച്ചോണ്ട് പോയി. ഇനിയിപ്പോ കൺസെന്റ് കയറ്റാൻ നമ്മളിനി എന്ത് ചെയ്യും? വഴിയുണ്ടടോ. എന്നെ കൊണ്ട് ചെയ്യിച്ച് അടങ്ങൂന്ന് വെച്ചാൽ കിലോമീറ്ററുകൾ കറക്കി ഇലക്ട്രിസിറ്റി വലിച്ച് കണക്ഷൻ എടുത്തതിന്റെ വെറുപ്പായ ആൾക്ക് അയാളെ ഞാൻ ഈ ടവറിന് കീഴിലുള്ള വട്ടത്തറയിൽ വരുത്തും. അവന്മാരെന്നെ കെട്ടിട്ടിരിക്കുന്നു. ഒരു കണക്കിനാ ഞാൻ രക്ഷപ്പെട്ടത്. പിന്നെ ജോഗ്രഫി അറിയണോണ്ട് ഞാനിവിടെ എത്തി. അവന്മാർക്ക് ബയോളജി അറിയായിരുന്നു. അന്റെ ഭാഗ്യം. എവിടെ കൺസെന്റ് ഫോം? എവിടെ വേണമെങ്കിലും ഞാൻ ഒപ്പിടാം. മണിമംഗലത്ത് മൊബൈൽ മണി അടിക്കണന്റെ ശബ്ദം എനിക്ക് കേൾക്കണം. എനിക്ക് പിസ്റ്ററിയുടെ ഭാഗമാണെന്ന്. അതിനുള്ള അനാഥം ഞാൻ കൊണ്ടോളാ സെക്രട്ടറി പഞ്ചായത്തിന്റെ മോന്. അപ്പച്ചൻ തമ്പുരാനെ, അപ്പച്ചൻ തമ്പുരാനെ, എന്താ എന്തു പറ്റി? നമ്മുടെ ടെലിഫോൺ കണക്ഷൻ കട്ടായി. മാത്രമല്ല തമ്പുരാന്റെ മോളെ അവൻ പിടിച്ചോണ്ട് പോയി. എന്റെ മോളെ? തമ്പുരാന്റെ മോളുടെ ഫോട്ടോ അവൻ മൊബൈലിൽ എടുത്ത് ബ്ലൂടൂത്തിലാക്കി ഇമെയിൽ ചെയ്ത് അവളുടെ എസ്കോട്ടെല്ലും BPLും ഒക്കെ ഇൻഫ്രാറെഡിൽ കയറ്റിയ പിന്നെ നമ്മൾ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല തമ്പുരാന്. എന്തു പറ്റി? ഞാൻ ഇങ്ങനെ ഈ നാട് വിട്ട് ഓടേണ്ടി വരും. ഇനിയിപ്പോ ഞാൻ നോക്കിയിട്ട് ഒറ്റ വഴിയുള്ളൂ. അവനെ കണ്ട് അവന്റെ കാലയിൽ വീണ് മാപ്പ് പറയാം. അവനെ കണ്ട് കാര്യം പറയാൻ എന്റെ പട്ടി പോകും. പട്ടി പോയിട്ട് കാര്യമില്ല. ഇത് പെണ്ണിന്റെ കാര്യ. അതെങ്ങാനും ബ്ലൂടൂത്തിൽ കേറ്റിയാ പിന്നെ അങ്ങനെ വല്ലതും സംഭവിച്ചാൽ അവന്റെ കാല് ഞാൻ പിടിച്ചു മാപ്പ് പറയും. ഇതാ പറയണ ഗതി കെട്ടാ പുലി ചില്ലി ചിക്കനും തിന്നും. എന്തായാലും മുഹൂർത്തമാണ്. ഇപ്പോൾ ഇവിടെ കണക്ഷൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഇനി ഇവിടെ എല്ലാവർക്കും ഫുൾ റേഞ്ചിൽ ഫോൺ ഉപയോഗിക്കാം. ഗഗന്നാഥൻ, എന്റെ മോളുടെ ബ്ലൂടൂത്ത് എടുക്കരുത് പ്ലീസ്. എന്റെ മോളുടെ ബ്ലൂടൂത്ത് പ്ലീസ് പ്ലീസ് ഗഗൻ, എനിക്ക് എന്റെ മോളെ കാണണം. എന്നോട് ക്ഷമിക്കേ.
തനിക്ക് ഓർമ്മയുണ്ടോ, വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മ തന്റെ ബൂത്തിന്റെ മുമ്പിൽ നിന്ന് യാചിച്ചു ഒരു കോൾ ചെയ്യാൻ. വസൂരിപ്പനി പിടിച്ച എൻ്റെ അച്ഛനെ ആശുപത്രിയിൽ എത്തിക്കാൻ ഒരു ആംബുലൻസ് വിളിച്ചു പറയാൻ വേണ്ടി. അന്ന് താൻ നിഷ്കരണം എൻ്റെ അമ്മയെ ആട്ടിപ്പായിച്ചു. ഒരു കാളിന് എൻ്റെ അച്ഛൻ്റെ ജീവന്റെ വിലയുണ്ടെന്ന് മനസ്സിലാക്കി അന്ന് മനസ്സിൽ കുറിച്ചിട്ടതാ തന്നോടുള്ള പ്രതികാരം. ഗഗൻ, എല്ലാ തെറ്റിനും മിസ് കോളിനും മാപ്പ്. എന്റെ മോളെവിടെ? അവളുടെ ബ്ലൂടൂത്ത്. തന്നെ പോലെ വെറും ലോക്കൽ അല്ലാത്തത് കൊണ്ട് ഞാൻ തന്നെ ഒന്നും ചെയ്യുന്നില്ല. തന്റെ മോളിപ്പം സുരക്ഷിതയായിട്ട് വീട്ടിലെത്തിക്കാണും. പോയി നോക്ക്. അപ്പോൾ ബ്ലൂടൂത്ത്? എടോ, ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ മനുഷ്യന് നന്മ ചെയ്യാൻ വേണ്ടിയാണ്. മൊബൈൽ ഫോൺ എന്നത് പരസ്പരം സംസാരിക്കാനാണ്, അല്ലാതെ അശ്ലീല ചിത്രങ്ങൾ എടുത്ത് നാട് നീളെ പ്രചരിപ്പിക്കാനല്ല. അങ്ങനെ ചെയ്യുന്നത് നമ്മൾ ഈ സമൂഹത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്ന് മനസ്സിലാക്കുക. ഈ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ രക്ഷകർത്താക്കളും ശ്രദ്ധിക്കണം. അവരിലൊരു ശ്രദ്ധ വേണം. കാരണം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഈ ഫോണുകൾ. കള്ളം പറയാനല്ല ഫോൺ കയ്യിലെടുക്കേണ്ടത്, സത്യം പറയാനും നല്ലത് ചെയ്യാനും. കണിമംഗലത്തുകാർ അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളും. എൻ്റെ നിയോഗം ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ ബ്ലൂടൂത്ത്? അന്റെ ഒരു ഒടുക്കത്തെ ബ്ലൂടൂത്ത് ഒന്നും മുണ്ടാണ്ടിരിക്കണോ കൊടമുളി. പിന്നെ നമ്മളൊരു കാര്യം പറയാം, അങ്ങനെ യോഗം കഴിഞ്ഞ് ഈ തമ്പുരാനെ നമ്മൾ വിടാൻ തീരുമാനിച്ചിട്ടില്ല. നമ്മളെ നാടിന് ഈ തമ്പുരാനെ വേണം. അടിച്ചു പൊളിക്കുമോനെ. കടലാടും കാവടി കടകം കുണ്ടല കവച കിരീടം ചൂടി തിരുകോലം കെട്ടിയൊരുങ്ങി കുലദേവത്താറ്